Realme GT Neo 5 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme GT Neo 5 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ Realme GT Neo 5 Proയിൽ 6.74 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. അത് ഫുൾ HD റെസൊല്യൂഷനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. OLED പാനലായിരിക്കും ഈ ഫോണിൽ വരിക. ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. പഞ്ചോൾ ഡിസൈനുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ചിലപ്പം 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും വന്നേക്കാം. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ചില ഭാഗത്ത് ട്രാൻസ്പാരൻറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൽ 16 GB റാം വരെയും അതുപോലെ തന്നെ 1 TB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. ഈ ഒരു ഫോണിൽ LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഈ ഫോണിൽ വരാൻ സാധ്യതയില്ല. Android 13 ബേസ് ആയിട്ടുള്ള Realme സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ സോണി IMX 890യുടെ മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്തേക്കാം. ബാക്കി രണ്ട് സെൻസേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ ഒന്ന് 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒന്ന് ഒരു മാക്രോ ലെൻസും ആയേക്കാം. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഈ ഫോണിൻ്റെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടുകളിൽ ജൂലൈയിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മിക്കവാറും ആദ്യം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് എത്തുക. പിന്നെ ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫോണിൻ്റെ പേര് മാറാനും ചാൻസ് ഉണ്ട്. വേറെ ഏതെങ്കിലുമൊക്കെ പേരിലായിരിക്കും മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. ഇനി അഥവാ ലോഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില ഒരു 50,000-55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും Realme GT Neo 5 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.